ഷേബാരാജ്ഞി സോളമൻ രാജാവിന് കൊടുത്തതുപോലുള്ള സുഗന്ധദ്രവ്യങ്ങൾ പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല. സോളമൻ്റെയും ഇരാമിൻ്റെയും ഭൃത്യന്മാർ ഓഫറിൽ നിന്ന് പൊന്നിനു പുറമെ രക്തചന്ദനവും രത്നങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചന്ദനത്തടി കൊണ്ടും ദേവാലയത്തിൻ്റെയും കൊട്ടാരത്തിൻ്റെയും പടികളും ഗായകർക്ക് വേണ്ട വീണകളും കിന്നരങ്ങളും നിർമ്മിച്ചു. ഇതിനു മുമ്പ് യൂദാദേശത്ത് എങ്ങും ഇതുപോലെയൊന്നും കണ്ടിട്ടില്ല. ബൈബിളിൻ്റെ പഴയ നിയമത്തിൽ പരാമർശിക്കപ്പെടുന്ന സുഗന്ധദ്രവ്യങ്ങൾക്ക് പ്രസിദ്ധമായിരുന്ന ഓഫിർ എവിടെയായിരുന്നു? BC 10-ാം നൂറ്റാണ്ടിൽ ജെറുസലേം ഭരിച്ചിരുന്ന ജൂതരാജാവായ സോളമന് അദ്ദേഹത്തിൻ്റെ പത്നി ഷേബാരാജ്ഞി നൽകിയത് ഓഫറിൽ നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങളായിരുന്നു. ഓഫറിൻ്റെ ലൊക്കേഷനെക്കുറിച്ച് തർക്കങ്ങളും സംവാദങ്ങളും ചരിത്രകാരന്മാർക്കിടയിലും ചരിത്ര വിദ്യാർത്ഥികൾക്കിടയിലും ഇപ്പോഴും നിലനിൽക്കുന്നു. ചിലർ അത് ശ്രീലങ്കയാണെന്നും ഫിലിപ്പൈൻസ് ആയിരുന്നു എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു വിഭാഗം ചരിത്രകാരന്മാർ തിരുവനന്തപുരത്തിനടുത്തുള്ള പൂവാറായിരുന്നു ഓഫിർ എന്ന് അഭിപ്രായപ്പെടുന്നു. എന്നാൽ ശ്രദ്ധേയമായ ഒരു കാര്യം, ചില ചരിത്രകാരന്മാർ കോഴിക്കോടിനടുത്തുള്ള ബേപ്പൂരായിരുന്നു ഓഫിർ എന്ന് അഭിപ്രായപ്പെടുന്നു. സോളമൻ്റെ കൊട്ടാരവും ദേവാലയവും നിർമ്മിക്കാനുള്ള തേക്ക് കയറ്റുമതി ചെയ്തത് കേരളത്തിൽ നിന്നായിരുന്നു എന്ന് പുരാവസ്തുപരമായ തെളിവുകൾ സൂചിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ തേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ടത് പുനർനിർമ്മാണത്തിന് പിൽക്കാലത്ത് പ്രശസ്തമായ ഓഫറിൽ നിന്നായിരിക്കാമെന്നാണ് ചരിത്രകാരന്മാർ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബൈബിളിൻ്റെ പഴയ നിയമത്തിൽ പരാമർശിക്കപ്പെടുന്ന ഓഫിർ ബേപ്പൂരാണോ എന്ന് ഉറപ്പിച്ച് പറയാൻ പുരാവസ്തുപരമായ തെളിവുകൾ നമുക്കില്ല. അതുകൊണ്ട് ബേപ്പൂരാവാം ഓഫിർ എന്നുള്ളത് കേവലം ഇപ്പോഴും ഒരു അനുമാനമായി നിലനിൽക്കുന്നു. ഓഫിറിൻ്റെ ലൊക്കേഷനെക്കുറിച്ചുള്ള തർക്കങ്ങളും സംവാദങ്ങളും അവസാനമില്ലാതെ ചരിത്ര വിദ്യാർത്ഥികൾക്കിടയിൽ ഇപ്പോഴും തുടരുന്നു.